ലോകത്ത് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും സ്വർണത്തിനും വെള്ളിക്കും വില കുറയുകയാണ്. ഡോളർ ശക്തി പ്രാപിക്കുന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. 3 മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഡോളർ നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ സ്വർണം, വെള്ളി, ലോഹങ്ങളുടെ വില വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടെ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചിട്ടും ആഗോള വിപണിയിലും ഇന്ത്യൻ വിപണിയിലും സ്വർണത്തിനും വെള്ളിക്കും വില കുറയുകയാണ്. ഒരുപക്ഷെ വില ഉയർന്നാൽ തന്നെയും വലിയൊരു കുതിച്ചുചാട്ടമൊന്നും ഉണ്ടാകാത്തത് സാധാരണക്കാർക്ക് ആശ്വാസമാണ്. യുഎസും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചതു മുതൽ ഗൾഫ് രാജ്യങ്ങളിലുടനീളം ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. തുടർച്ചയായി ഈ സംഘർഷം ഊർജ്ജ വിപണികളെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതത്തിന് ദീർഘകാല തടസ്സമുണ്ടാകുമെന്ന ഭയത്താൽ നിരവധി പ്രധാന മിഡിൽ ഈസ്റ്റേൺ എണ്ണ ഉൽപ്പാദകർ വിതരണം വെട്ടിക്കുറച്ചതായി റിപ്പോർട്ടുണ്ട്. തൽഫലമായി ക്രൂഡ് ഓയിൽ വില 20% ഉയർന്ന് ബാരലിന് $110 കവിഞ്ഞു. ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതും സംഘർഷാവസ്ഥകൾ ഉടലെടുക്കുമ്പോഴും സുരക്ഷിത നിക്ഷേപങ്ങൾ എന്ന നിലയിൽ ആവശ്യകത കൂടുന്ന സ്വർണത്തിനും വെള്ളിക്കും നിലവിൽ വില കുറയുന്നതെന്തുകൊണ്ട് എന്നതാണ് പ്രധാന ചർച്ച. ഡോളർ ശക്തി പ്രാപിക്കുന്നതാണ് ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. 3 മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഡോളർ നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. ഡോളർ ശക്തിപ്പെടുന്നത് മറ്റു പ്രധാന കറൻസികളെയും ബാധിച്ചു. ഉയർന്ന ഡോളറിനെതിരെ യൂറോയും ബ്രിട്ടീഷ് പൗണ്ടും ഏകദേശം 1% ഇടിഞ്ഞു. ഓസ്ട്രേലിയൻ ഡോളർ ദുർബലമായി. അനിശ്ചിതകാലങ്ങളിൽ സുരക്ഷിത കറൻസിയായി കണക്കാക്കപ്പെടുന്ന സ്വിസ് ഫ്രാങ്ക് പോലും ഇടിഞ്ഞു. മറ്റു കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് കൂടുതൽ ചെലവേറിയതായതിനാൽ വിപണിയിൽ ഈ ലോഹങ്ങൾക്ക് ആവശ്യകത കുറഞ്ഞു. അങ്ങനെ വിലയും കുറഞ്ഞു. യുഎസിന്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉടൻ കുറച്ചേക്കില്ല എന്ന കണക്കുകൂട്ടലുകളാണ് മറ്റൊരു കാരണം. പണപ്പെരുപ്പം വർദ്ധിച്ചേക്കാമെന്നതിനാൽ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ ഉടൻ കുറച്ചേക്കില്ല. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സെൻട്രൽ ബാങ്കുകൾ സാധാരണയായി പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ നിലനിർത്താറുണ്ട്. മാർച്ച് 18 നടക്കുന്ന യോഗത്തിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തുമെന്ന് നിക്ഷേപകർ കരുതുന്നു. അതേസമയം ഓഹരി വിപണികളിലെ കനത്ത നഷ്ടം ചില നിക്ഷേപകർക്ക് സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ട്. ഓഹരികളിൽ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടുമ്പോൾ പണം ലഭിക്കുന്നതിനായി ലാഭകരമായ നിക്ഷേപങ്ങൾ വിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ചില നിക്ഷേപകർ സ്വർണവും വെള്ളിയും വിറ്റു. ഇതും സ്വർണം, വെള്ളി വില കുറയാൻ കാരണമായി. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.